നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വെള്ളാപ്പള്ളിക്കും സഭകൾക്കും മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം. കേരളത്തിൽ ബിജെപിക്ക് സീറ്റ് നേടാനായത് ചിലരുടെ നിലപാട് മൂലം. തൃശൂരിലെ വിജയത്തിന് കേന്ദ്ര ഇടപെടലിലൂടെ ബിജെപി ചില വിഭാഗങ്ങളെ സ്വാധീനിച്ചെന്നും പിണറായി. മുഖ്യമന്ത്രിക്കെതിരെ സിപിഎമ്മിൽ അമർഷം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം തിരിച്ചടിയായെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. മന്ത്രിമാർ പൂർണ്ണ പരാജയമെന്നും നേതാക്കൾ. എറണാകുളത്തെ സ്ഥാനാർത്ഥിത്വം പാളിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. ടി.പി. വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം. സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട്. കോടതിയോടുള്ള വെല്ലുവിളിയെന്ന കെ രമയും വി.ഡി. സതീശനും. വാർത്ത നിഷേധിച്ച ജയിൽ ഡിജിപി. കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ. കാസർഗോഡ് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. കെ.പി.സി.സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കം 4 പേർ പുറത്ത്. നടപടി പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന് ഏകപക്ഷീയമെന്ന ബാലകൃഷ്ണൻ പെരിയ. പരീക്ഷാ വിവാദങ്ങൾക്കിടെ CSIR ചോദ്യപേപ്പറും ചോർന്നെന്ന് സംശയം. ചൊവ്വാഴ്ച ആരംഭിക്കേണ്ട പരീക്ഷ മാറ്റിവെച്ചു. അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച് സർക്കാർ. +1 സീറ്റ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി MSF. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. മലപ്പുറത്ത് റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൊടുപുഴയിൽ ബസ് മറിഞ്ഞ അപകടം. 15 പേർക്ക് പരിക്ക്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് ഗതാഗത മന്ത്രി. വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളെ കൈകാര്യം ചെയ്ത അമ്മ. അടൂർ സ്വദേശിയുടെ മൂക്കിന്റെ പാലം തകർത്തു. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞാട്ടല്ലോ. മലപ്പുറം വളാഞ്ചേരിയിലെ കൂട്ടബലാത്സംഗ കേസിൽ 3 പേർ അറസ്റ്റിൽ. T20 ലോകകപ്പിൽ സെമി ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ ബംഗ്ലാദേശ്. മത്സരത്തിന് ഭീഷണിയായി മഴ. വിശദമായ വാർത്തകളിലേക്ക്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ നീക്കവുമായി സർക്കാർ. ടി.കെ. രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. ഇവരടക്കമുള്ള പ്രതികളെക്കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നു. എന്നാൽ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയെന്ന് ജയിൽ ഡിജിപി ബൽറാം കുമാർ ഉപാധ്യായ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ലോക്സഭാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ ജൂൺ 13-നാണ് ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയത്. 56 പ്രതികൾക്കൊപ്പമാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളുടെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ തടവ് പുള്ളികളുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഒപ്പം കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ബന്ധുക്കളുമായും ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി 3 പ്രതികളുടെയും അടക്കം ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിക്കുകയും 20 വർഷമെങ്കിലും ജയിലിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ജയിലിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടും മൊബൈൽ ഫോൺ ഉപയോഗിച്ചതും ഒപ്പം മറ്റ് സഹതടവുകാരുമായി സംഘർഷമുണ്ടാക്കിയതിനുമൊക്കെ 3 പേർക്കുമെതിരെ കേസുകളും എടുത്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ 3 പേരും ഈ ശിക്ഷാ കാലാവധി കുറയ്ക്കാനുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ചോദ്യം.
ജയിൽ സൂപ്രണ്ടിന്റെ തീരുമാനത്തിനെതിരെ കെ രമ MLA രംഗത്തെത്തി. പ്രതികളുടെ ഒപ്പമാണ് സർക്കാർ എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമെന്ന് രമ ചൂണ്ടിക്കാട്ടി. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിൻ്റെ സ്വന്തം തീരുമാനത്തിന് ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടെയല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റു പ്രധാന നേതാക്കളും സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. ശക്തമായ രാഷ്ട്രീയ സമരം, നിയമപരമായ സമരവും ഇക്കാര്യത്തിൽ ആരംഭിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്, കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. അതിന് കോൺഗ്രസ് അല്ല, കേരളം ഒന്നടങ്കം ശക്തമായി എതിർക്കുന്നതിൽ സംശയമുണ്ട്. സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ TP ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷിയെ മുഴുവൻ മരയിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ ഞെട്ടൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിനെ ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു. ആ ശിക്ഷയിൽ പരോളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ എനിക്കറിയില്ല. ഇതാണ് തിരുത്തൽ എന്ന് വരിക. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. അവർ തിരുത്തും എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതല്ല, എന്തെങ്കിലും മിച്ചം ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിരുത്തും എന്നൊരു മട്ടിലാണ് അവർ പോകുന്നത്. അതൊന്നും ജനങ്ങളെ ഒരു ഹാസ്യ കഥാപാത്രമാക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും ജനങ്ങൾ അത് അംഗീകരിക്കുകയില്ല. എന്നാൽ പ്രതികളെ മോചിപ്പിക്കാനുള്ള യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് CPMന്റെ വിശദീകരണം. 20 വർഷമെങ്കിലും ചുരുങ്ങിയ കാലയളവ് ശിക്ഷ അനുഭവിക്കാതെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ പ്രതികളെ മോചിപ്പിക്കാനാവില്ല എന്ന് ജയിൽ DGP വിശദീകരിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയം വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മുടെ ആസാദിയിലെ അമൃത്സർ മഹോത്സവിലെ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മിനിമം അർഹതയുള്ള ആൾക്കാർക്ക് അവിടെ ഒരു പേര് ജയിലിൽ നിന്നും സ്ഥിരമായി വരാറുണ്ട്. സോ വെൻ ദാറ്റ് ലൈക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ലൈക്ക് 10 വർഷം പൂർത്തിയായി ആൾക്കാരും 15 വർഷം പൂർത്തിയായി 20 വർഷം പൂർത്തി അങ്ങനെ പോലെ then when the list comes then police headquarters will do detailed inquiry in each and every individual name and then we screen out people. So generally, the High Court order is very clear that their remission will not be considered after completing minimum 20-25 years of the sentence. So they will be out. പ്രതികളെ മോചിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കെ രമയുടെ തീരുമാനം. പ്രതികളെ മോചിപ്പിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് UDFും മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയത് മുതൽ അനർഹമായ ആനുകൂല്യങ്ങൾ സർക്കാരും CPMും നൽകുന്നുവെന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. പ്രതികൾക്ക് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒപ്പം നിരവധി തവണ പരോൾ എന്ന പേരിൽ പ്രതികളെ പുറത്തിറങ്ങാൻ സഹായിച്ചുവെന്നും ആരോപണം ഉയർന്നിരുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവും ബോംബ് നിർമ്മാണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. മുഖ്യമന്ത്രിക്ക് എതിരെ CPMനുള്ളിൽ നിന്ന് എതിർ ശബ്ദം ഉയർന്നതിന് പിന്നാലെ TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം ദുരൂഹവും നിഗൂഢമായ ഗൂഢാലോചനയാണെന്നും K സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. CPM ഇടപെടൽ ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥനും കോടതി വിധിക്കെതിരായ നടപടി സ്വീകരിക്കുകയില്ല. കണ്ണൂരിൽ ബോംബ് കണ്ടെടുക്കുകയും കൊടും ക്രിമിനലുകളെ തുറന്നുവിടുകയും ചെയ്യുന്നതിന് പിന്നിൽ ബന്ധമുണ്ടെന്നും K സുധാകരൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ പോലും ശക്തമായിരിക്കെ TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പാർട്ടി കമ്മിറ്റികളിലും മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടി വരും.
തെരഞ്ഞെടുപ്പേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ബോംബ് രാഷ്ട്രീയത്തിലും CPM വലിയ പ്രതിരോധത്തിലാവുകയാണ്. തലശ്ശേരിയിൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിക്കാനുള്ള സംഭവം CPMനെതിരെയാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത്. ആ സാഹചര്യത്തിനിടെയാണ് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ TP കേസ് പ്രതികളെ കൂടി വിട്ടയക്കാനുള്ള ശുപാർശ വന്നത്. CPMനെ വലിയ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. TPയുടെ കൊലപാതകം തന്നെ ഒരു പങ്കുമില്ലെന്ന് CPM ആദ്യഘട്ടം മുതൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും കൃത്യമായി CPMന്റെ പ്രാദേശിക നേതാക്കളടക്കം അതിൽ പ്രതിയാതോടുകൂടി അന്ന് തന്നെ CPMന്റെ പങ്ക് പുറത്തു വന്നതാണ്. ഇപ്പോഴും ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് വേണ്ടി, അതായത് ഹൈക്കോടതി പോലും 20 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള ശിക്ഷ ഇളവ് നൽകരുതെന്ന് പറഞ്ഞ പ്രതികൾ ഇത്തരത്തിൽ കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്ന ചോദ്യത്തിന് CPM മറുപടി പറയേണ്ടി വരും. അത്ര എളുപ്പമാകില്ല. ഇപ്പോൾ CPM നേതൃത്വം വിശദീകരിക്കും പോലെ ഒരു പങ്കുമില്ല തങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ ലിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഇവർ പുറത്തു പോകണമെന്നില്ല എന്നും പറഞ്ഞ് പ്രതിരോധിക്കാൻ CPMന് കഴിയില്ലെന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ടതാണ്. അത് ഒരുപക്ഷെ ജയിലിൽ കഴിയുമ്പോൾ നിരവധി ക്രിമിനൽ കേസുകളിൽ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ജയിലിനുള്ളിൽ കിടന്നവർ ഇടപെട്ടു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നാണ്. പോലീസ് പലതിലും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച ആളുകൾ, ഒരിക്കലും ഇളവ് നൽകരുന്ന ഹൈക്കോടതി നിർദ്ദേശിച്ച ആളുകൾ എങ്ങനെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന കാര്യം കൂടി വരുന്നത്. ഈ പ്രതികൾക്ക് ഉൾപ്പെടുത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കം തന്നെയെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. RMB അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയത്തിൽ ഇപ്പോൾ തന്നെ തങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ ഏറ്റവും അധികം വിമർശനം ഉയർന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. ആഭ്യന്തര വകുപ്പിന് നാഥനില്ലാത്ത അവസ്ഥയുണ്ട് എന്ന വിമർശനം വന്നു. മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് ആരൊക്കെയോ ആഭ്യന്തര വകുപ്പിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന വിമർശനം CPMന്റെ സംസ്ഥാന സമിതിയിൽ പോലും ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാർ അറിയാതെയാണ്, ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് ഈ പ്രതികൾ, ക്രിമിനൽ കേസ് പ്രതികൾ, TP കേസ് പ്രതികൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് വന്നാൽ അത് ആരുടെ തീരുമാനം എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരും. ഏതായാലും പ്രതിരോധത്തിൽ നിന്ന് കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPMനെ നീക്കുന്ന വിവാദമാണ് വീണ്ടും TP കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ കണ്ടെത്തി. കണ്ണൂർ കൂത്തുപറമ്പിൽ 2 സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത്. കിണറ്റിന്റെ വിട ആമ്പിലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഉഗ്രശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയതെന്ന് തെളിഞ്ഞു. പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 4 പേരെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അതേസമയം ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി. ഉണ്ണിത്താനെതിരായ യുദ്ധം ഇന്നു മുതൽ ആരംഭിക്കുന്നതായും ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും കാസർകോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള വിഭാഗീയത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിലാണ് KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. കല്യോട്ട് രക്തസാക്ഷികളായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും സൽക്കാരത്തിന് പ്രതിക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. സംഭവത്തിന് ശേഷവും പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കുകയും ചെയ്തതാണ് KPCCക്ക് ലഭിച്ച പരാതി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അതേസമയം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടി ഏകപക്ഷീയമാണെന്ന് ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. മറ്റു പാർട്ടികളിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ കോൺഗ്രസിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെന്നും ബാലകൃഷ്ണൻ പെരിയ. ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവും കോൺഗ്രസ് ആണ്. ഈ സിരകളിലൂടെ ഒഴുകുന്നത് കോൺഗ്രസിന്റെ രക്തമാണ്. അതിൽ നിന്ന് മാറ്റിയുള്ള ഒരു ചിന്ത ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. ഈ മണ്ണിൽ ഇത്രയും കാലം CPMനോട് പടവെട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് നിലനിൽക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് വേണ്ടുന്ന അധ്വാനം നമ്മൾ തീർച്ചയായിട്ടും നടത്തും. എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ. ഉണ്ണിത്താനെതിരെ രൂക്ഷമായ വിമർശനമാണ് പാർട്ടി നടപടി നേരിട്ടവർ ഉന്നയിച്ചത്. ഉണ്ണിത്താൻ ജില്ലയിലെ കോൺഗ്രസിനെ തകർക്കുമെന്നും തീരുമാനത്തിനു പിന്നിൽ ഉണ്ണിത്താനോടുള്ള ഭയമാണെന്നും ഇവർ പറഞ്ഞു. ഉണ്ണിത്താനെതിരായ യുദ്ധം ഇന്നു മുതൽ ആരംഭിക്കുന്നതായും 4 പേരും കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കാസർഗോഡ്. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട് വിവാദമായിരിക്കെ CSIR നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി സംശയം. ചൊവ്വാഴ്ച മുതൽ നടക്കേണ്ടിയിരുന്ന പരീക്ഷ മാറ്റിവെച്ചു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒരാളെ ജാർഖണ്ഡിലെ ദേവ്ഗഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തു.
ചോദ്യപേപ്പറിന് 40 ലക്ഷം രൂപയാണ് വിലയിട്ടതെന്ന മൊഴിയും പുറത്തുവന്നു. വിവാദം കത്തിപ്പടരുന്നതിനിടെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമം കർക്കശമാക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയുമാണ് ശിക്ഷ. അതിനിടെ പരീക്ഷാ നടത്തിപ്പ് പഠിക്കാൻ ISRO മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി കേന്ദ്ര സർക്കാർ ഉന്നതാധികാര സമിതി രൂപീകരിച്ചു. 2 മാസത്തെ സമയമാണ് റിപ്പോർട്ട് നൽകാൻ സമിതിക്ക് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം നീറ്റ് പരീക്ഷാ വീഴ്ചകളിൽ പാർലമെന്റിൽ മറുപടി പറയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പരീക്ഷകളുടെ വിശ്വാസ്യത തകർത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത പരിപൂർണമായി നഷ്ടപ്പെട്ടൊരു കാലമായിരുന്നു. ചോദ്യപേപ്പർ ലീക്കേജ് നിത്യസംഭവമാണ്. അത് വെറും നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകളെ UPSC സ്ഥാപനം നടത്തുന്ന അതിന് പോലും ആക്ഷേപങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമായി നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, ഇപ്പൊ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, നെറ്റ് പരീക്ഷ UGC നെറ്റിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ ഒരു തീരുമാനിച്ചു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനുവേണ്ടി എടുക്കുന്ന നീറ്റ് പരീക്ഷയിലൊക്കെ വന്നിരിക്കുന്ന വെബിൽ 6 ലക്ഷം രൂപക്കൊക്കെ വിറ്റ കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതിന് ഞങ്ങൾ കണക്ക് പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും ലോക്സഭയ്ക്കകത്ത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. മലപ്പുറത്ത് തുടർച്ചയായ 3-ാം ദിവസവും RDDO ഓഫീസിലേക്ക് MSF പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം കണക്ക് വെച്ച് സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറാണെന്നും സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. പ്രതിഷേധക്കാർ ഓഫീസിലെ ബോർഡ് തകർത്തു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. മലപ്പുറത്ത് MSF പ്രവർത്തകർ ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. റോഡ് ഉപരോധിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം സമരം ശക്തമാക്കുന്നതിനിടെ പ്രതികരണവുമായി V ശിവൻകുട്ടി രംഗത്ത് വന്നു. മലപ്പുറത്ത് +1 കുറവുള്ളത് 2954 സീറ്റുകൾ മാത്രമാണെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഇനി 2 അലോട്ട്മെന്റ് കൂടിയുണ്ടെന്നും വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പം ഞങ്ങൾ സീറ്റിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ അൺഎയ്ഡഡിൽ ചേർന്നവരുടെ കുട്ടികളുടെ എണ്ണം ഞാൻ പറഞ്ഞല്ലോ. അൺഎയ്ഡിൽ പറ്റില്ല, ശരി, വേണ്ട, അൺഎയ്ഡ് ഒഴിവാക്കിയിട്ട് ബാക്കി എടുക്കാൻ നോക്കാം. ഇതിൽ കൂടുതലൊരു ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കും. എന്നാൽ മന്ത്രിയുടേത് തെറ്റായ കണക്കുകളാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിസന്ധി പരിഹരിക്കും വരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. KSU ജില്ലാ പ്രസിഡന്റ് സൂരജ്, വൈസ് പ്രസിഡന്റ് രാഗിൻ, ഷഹബാസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിന് അത് ഞങ്ങൾ ചെയ്യുന്ന സമരത്തിന് എന്ത് മാന്യത കുറവാണല്ലേ? ആ ബലം പിടുത്തം വേണ്ട.
സിൽവർ ലൈനിന് വേണ്ടി വീണ്ടും കേരളം. പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് ഡൽഹിയിൽ ചേർന്ന ധനമന്ത്രിമാരുടെ യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സഹായവും വീണ്ടും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഭ്യർത്ഥിച്ചു. കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് ആവശ്യം. വരുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ധനമന്ത്രി കത്തയച്ചു. കടമെടുപ്പ് പരിധി GSTPയുടെ 3.5% ഉയർത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇടമലയാർ കനാൽ അഴിമതി കേസിൽ 1 മുതൽ 44 വരെയുള്ള പ്രതികൾക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. തൃശൂർ വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഒരാളെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കി. പദ്ധതിയുടെ നിർമ്മാണത്തിലെ അഴിമതിയെ തുടർന്ന് 1 കോടിയിലേറെ രൂപ സർക്കാരിന് നഷ്ടമുണ്ടായെന്നാണ് കേസ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഞങ്ങളെ പുറത്താക്കിയ തിരികെ വാർത്തകളിലേക്ക്. വെള്ളാപ്പള്ളിക്കും സഭകൾക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ BJPക്ക് സീറ്റ് നേടാനായത് ചിലരുടെ നിലപാട് മൂലമെന്നും ചെയ്തത് ശരിയായോ എന്ന് അവർ ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഇടപെടലിലൂടെ ചില വിഭാഗങ്ങളെ തൃശൂർ വിജയത്തിനായി BJP സ്വാധീനിച്ചു. ഈ വിഭാഗങ്ങളുടെ നേതൃത്വവുമായി BJP ചർച്ച നടത്തിയത് രഹസ്യമല്ല. ഇടതുമുന്നണിയോട് എന്തെങ്കിലും വിരോധം കൊണ്ടല്ല, സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവർ അത്തരം നിലപാടെടുത്തതെന്നും പിണറായി പറഞ്ഞു. മുസ്ലിം ലീഗിനും മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ടായി. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുഖമായി മാറി. അതിനോട് കോൺഗ്രസിന് എതിർപ്പില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDFിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDPIയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? തെരഞ്ഞെടുപ്പിൽ കണ്ടത് LDFിനെതിരായ ജനവികാരമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിൽ LDF സർക്കാരിന്റെ ഗവൺമെന്റ് അല്ല വരാൻ പോകുന്നത് എന്ന ചിന്തയിലും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ UDFിന്റെ വിജയം LDFിനോടുള്ള വിരോധമല്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇത്തരത്തിലാണ് ഉണ്ടാകാറുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് LDF അല്ല ഇവിടെ ജയിച്ചു വരേണ്ടത് എന്ന് ഒരു ഭാഗം ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ആ ചിന്ത LDFിനെതിരായുള്ള ചിന്തയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. LDFിനെ അപ്പോഴും അവര് നെഞ്ചേറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരായ ഒരു പട്ടികയിൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല. ഇത് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് LDF പൊതുവെ കാണുന്നത്. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടിശ്ശിക തുല്യ ഗഡുക്കളായി ഓരോ മാസവും പെൻഷനൊപ്പം നൽകും. DA അനുവദിക്കുന്നതിൽ ഫലപ്രദമായ നടപടിയുണ്ടാകും. പെൻഷൻകാർക്കും അർഹമായ DA നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷൻകാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അതിലും അർഹതപ്പെട്ട DA നൽകുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. അതോടൊപ്പം ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഗഡുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട്, സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം. മുഖ്യമന്ത്രിയുടെ നിലപാടുകളും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി. മന്ത്രിമാർ തികഞ്ഞ പരാജയമെന്നും ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. അതേസമയം എറണാകുളം സ്ഥാനാർത്ഥിത്വം പാളിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി പെരുമാറിയത് തന്നിഷ്ടത്തോടെയെന്നും വിമർശനം ഉയർന്നു. കുർബാന
ഏകീകരണത്തിൽ സിനഡിന്റെ പുതിയ നിർദ്ദേശവും തള്ളി അൽമായ മുന്നേറ്റ സമിതി. ആഴ്ചയിൽ ഒരു ഏകീകൃത കുർബാന എന്ന നിർദ്ദേശമാണ് തള്ളിയത്. സിനഡിലെ സർക്കുലർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പൂർണ്ണമായും ഏകീകൃത കുർബാന കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും വൈദികരും അൽമായ മുന്നേറ്റം ഭാരവാഹികളും പ്രതികരിച്ചു. സിറോ മലബാർ സഭയിൽ കുർബാന ഏകീകരണം സംബന്ധിച്ച വിഷയം വലിയ തർക്കത്തിലേക്കെല്ലാം തന്നെ നീങ്ങുകയാണ്. ഇന്നലെ സിനഡ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് ഏകീകൃത കുർബാന എന്ന കാര്യത്തിൽ ഒരു ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്ന രീതിയിലാണ്. കാരണം നേരത്തെ അത് മുഴുവനായി തന്നെ നടപ്പാക്കിയേ പറ്റൂ, അല്ലാത്ത പക്ഷം വലിയ നടപടികളിലേക്ക് നീങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ചില ഇളവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അർപ്പിക്കണം. അത് ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും വേണം. മറ്റു കുർബാന ഏകീകൃത കുർബാനയാണെങ്കിലും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയാണെങ്കിലും ഞായറാഴ്ചകളിൽ ഏകീകൃത കുർബാന അത് ഒരെണ്ണമെങ്കിലും വേണമെന്ന രീതിയിലേക്ക് വന്നു. വിശേഷപ്പെട്ട ദിവസങ്ങളിലും വേണം. അതോടൊപ്പം തന്നെ സെമിനാരികളിലും അടക്കം ഇത്തരം കാര്യങ്ങൾ വേണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ ചില ഇളവുകൾ നൽകിക്കൊണ്ടായിരുന്നു ആ രീതിയിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞിരുന്നത് ജൂൺ 9 ഇറക്കിയ സർക്കുലർ നിലനിൽക്കുമെന്നും പറഞ്ഞിരുന്നു. അതിൽ ജനാഭിമുഖ കുർബാന അതിൽ തുടരുന്നവർക്കെതിരെയുള്ള കർശനമായ നടപടികളടക്കം സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു ജൂൺ 9 സർക്കുലർ. ഈ സർക്കുലറിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരും വിശ്വാസികളും അടക്കം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അത് നിലനിൽക്കുമെന്നാണ് അറിയിച്ചത്. തുടർന്ന് ഇന്നിപ്പോൾ അൽമായ മുന്നേറ്റം ഭാരവാഹികളും വിശ്വാസി കൂട്ടായ്മ അൽമായ മുന്നേറ്റം ഭാരവാഹികളും അതോടൊപ്പം തന്നെ വൈദികരും ഇക്കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തങ്ങൾ ഈ സിനഡിന്റെ ഈ സർക്കുലർ പൂർണ്ണമായും തന്നെ തള്ളിക്കളയുകയാണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ജനാഭിമുഖ കുർബാനയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. സിനഡിന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. സിനഡ് ചിലരുടെ പിടിയിലായി മാറിയിരിക്കുകയാണ്. ചിലർ അതിൽ ഏകാധിപത്യമായി പെരുമാറുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോന്നിരിക്കുന്നു. ഇപ്പോഴുള്ള അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററും ആർച്ച് ബിഷപ്പും എല്ലാം ചിലരെ കളിപ്പാവകൾ മാത്രമായിരിക്കുന്നു എന്നാണ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ വൈദികരെ പ്രതിനിധിച്ച് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രതികരിച്ചത്. ഞങ്ങൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാക്കി എന്നുള്ളൊരു സൂചന ഈ സിനഡാനന്തര കുറിപ്പിൽ ഉണ്ടെങ്കിൽ ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ച ദിവസവും കടമുള്ള ദിവസവും ഞങ്ങൾ ചൊല്ലിയേക്കാം. അതിനെയാണ് ഈ സിനഡാനന്തര കുറിപ്പിൽ അവർ നേരെ തിരിച്ചിട്ടിരിക്കുന്നത്. അതായത് വൈദികരോട് ആലോചിച്ചു നിരവധി വൈദികരുടെ അഭിപ്രായങ്ങൾ പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിരന്തരമായിട്ട് ഈ സിനഡ് ഇറക്കുന്ന കുറിപ്പുകളിൽ പച്ചക്കള്ളങ്ങളും വഞ്ചനകളുമാണ്. അതുകൊണ്ട് തന്നെയും കുർബാന ഏകീകരണ വിഷയങ്ങൾ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജൂലൈ 3 ഇതിൽ നടപ്പാക്കാത്ത പക്ഷം വലിയ നടപടികൾ എടുക്കുമെന്ന ശക്തമായ സൂചനകൾ തന്നെയാണ് സിനഡിന്റെ ഭാഗത്തുള്ളത്. എന്നാൽ ജനാഭിമുഖ കുർബാന എന്ന കാര്യത്തിൽ തങ്ങൾ ഇനി പിറകോട്ടില്ല എന്ന് വൈദികരും ഒരു ഭാഗം വിശ്വാസികളും വ്യക്തമാക്കുന്നതോടെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള വിഷയങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്കും മറ്റും നീങ്ങുകയാണ്. ഇത് ക്രമസമാധാന പ്രശ്നമായി മാറുമോ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. നേരത്തെ അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇനി ആര് ഇടപെട്ട് ഇത് പരിഹരിക്കുമെന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാലക്കാട് മംഗലം ഡാം സെന്റ് മേരീസ് പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിഷേധം. കോടതി ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം. ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് സ്ഥാനമേറ്റു. തിരുവല്ല സഭാസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ഡൽഹി ഭദ്രാസനാധിപൻ ജോൺ മോർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ വിവിധ സഭകളിലെ ബിഷപ്പുമാർ, പുരോഹിതർ എന്നിവർ പങ്കെടുത്തു. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം അത്തനാസിയോസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അനുമോദന സമ്മേളനം മാർത്തോമാ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. മലപ്പുറത്ത് ഇന്ന് റെഡ് അലർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുന്നു. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വ്യാപക മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.
വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നിലനിൽക്കും. എന്തായാലും പക്ഷേ ജൂൺ അവസാന വാരത്തിലേക്ക് അടുക്കുമ്പോൾ സംസ്ഥാനത്ത് ലഭിച്ച മഴയിൽ 56% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ വരെ ലഭിച്ച മഴ 210 mm ആണ്. സാധാരണഗതിയിൽ 482.1 mm മഴയാണ് കാലവർഷത്തിൽ ജൂണിൽ രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇതിൽ 56% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ കാലവർഷം നേരത്തെ എത്തും, ശക്തമായ മഴയായിരിക്കും, കൂടുതൽ മഴ ലഭിക്കുമെന്ന തരത്തിലൊക്കെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴയിൽ നല്ല ശമനമുണ്ടായിരുന്നു. പല ജില്ലകളിലും വെയിലാണ് ലഭിച്ചത്. മഴയിൽ നല്ല രീതിയിൽ തന്നെ കുറവുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്, മിന്നൽ പ്രളയത്തിന് പോലും സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ആന്ധ്ര തീരത്തും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്തിന്റെ ഫലമായാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകും. ഇതോടെയാണ് മഴ ലഭിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടരും. പല ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പ് വരെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടാണ് കണ്ടത്. എറണാകുളം KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് പരിശോധിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ടെത്തി. സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ മന്ത്രി നടന്നു കണ്ടു. പ്രശ്നം പരിഹരിക്കാൻ IITയിൽ നിന്നുള്ള സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ സ്റ്റാൻഡിനുള്ള MOU ആയിട്ടുണ്ട്. വൈറ്റില മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിയുമായി MOU ഒപ്പിട്ടിട്ടുണ്ട്. പുതിയ സ്റ്റാൻഡിന് അനുവദിച്ച സ്ഥലം ചതുപ്പാണ്. ചതുപ്പ് നിലം മാറ്റി വേറെ സ്ഥലം തരണമെന്ന് ആവശ്യപ്പെടുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു മഴ പെയ്താൽ ആ വെള്ളം മുഴുവൻ വന്ന് നിറയുന്ന ഒരിടമായിരുന്നു ഈ KSRTC സ്റ്റാൻഡ്. കഴിഞ്ഞ ദിവസം TJ വിനോദ് MLA ഈ പ്രശ്നം സഭയിൽ ഉന്നയിക്കുകയും അതേ തുടർന്ന് ഗതാഗത മന്ത്രി ഇപ്പോൾ ഇവിടെ സന്ദർശനം നടത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്താൻ IITയിലെ നിന്നുള്ള ഒരു ടീമിനെ നിയോഗിക്കുമെന്നാണ് മന്ത്രി നമ്മളെ അറിയിച്ചത്. മാത്രമല്ല, ഇത് പൊളിച്ചു പണിയാനുള്ള ഉദ്ദേശമില്ല, പക്ഷെ ഇത് പുതുക്കി വെള്ളക്കെട്ട് നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങൾ, നിർമ്മിതികൾ ഇവിടെ ഉണ്ടാക്കും, ഇവിടെ കൊണ്ടുവരും എന്ന് തന്നെയാണ് മന്ത്രി അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. മാത്രമല്ല, പുതിയൊരു സ്റ്റാൻഡിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങുന്നുണ്ട്. അതിന്റെ MOU ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റില മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് MOU ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. പക്ഷേ ചതുപ്പ് നിലമാണ് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചതുപ്പ് നിലം വേണ്ട, അതിന് പകരമായി അതിന് ഉതകുന്ന, അതായത് വെള്ളക്കെട്ട് ഉണ്ടാവാതെ അതിന് ഉതകുന്ന ഒരു സ്ഥലം അനുവദിക്കാൻ അവരോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറയുകയുണ്ടായി. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കാക്കനാട് DLF ഫ്ളാറ്റിൽ പകർച്ചവ്യാധി പിടിപെട്ട സാഹചര്യത്തിൽ ഫ്ളാറ്റുകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് ദിവസവും 2 നേരം പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ഇന്നലെ 8 ഫ്ളാറ്റുകളിൽ നിന്ന് പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതുതായി 3 പേർക്ക് കൂടി രോഗലക്ഷണം സ്ഥിരീകരിച്ചു. അതേസമയം പൊതുതോടടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് അണുബാധയുണ്ടായതെന്ന പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാൻ സ്ഥലം MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം ചേർന്നു. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറും ഫ്ളാറ്റ് അസോസിയേഷൻ പ്രതിനിധികളും പ്രദേശവാസികളും യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം വർക്കല പാപനാശം ഹെലിപാഡ് പ്രദേശങ്ങളിലെ കുന്നിടിഞ്ഞ ഭാഗങ്ങൾ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. വർക്കലയും അഷ്ടമുടിക്കായലും അഡ്വഞ്ചർ ടൂറിസത്തിന് വളരെയേറെ സാധ്യതകളുള്ള ഇടങ്ങളാണ്. ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിന്റെ ഭാഗമായി സ്പിരിച്വൽ ടൂറിസവും അഡ്വഞ്ചർ ടൂറിസവും അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, ഡെപ്യൂട്ടി കളക്ടർ, ടൂറിസം വകുപ്പ്, ജിയോളജിക്കൽ വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായും സുരേഷ് ഗോപി ചർച്ച നടത്തി. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. കേരള കർണാടക രജിസ്ട്രേഷനുള്ള കാറുകളുടെ
ഡോറിൽ ഇരുന്ന് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലൂടെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഗ്യാപ്പ് റോഡിൽ സാഹസിക യാത്ര നടത്തിയ 3 ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. ഇതോടൊപ്പം മൂന്നാർ മുതൽ ആനയിറങ്കൽ വരെയുള്ള ഭാഗങ്ങളിൽ പരിശോധനയും കർശനമാക്കിയിരുന്നു. ഗ്യാപ്പ് റോഡിനെ അപേക്ഷിച്ച് വീതി കുറഞ്ഞതും തിരക്കേറിയതുമായ പാതയാണ് മാട്ടുപ്പെട്ടി റോഡ്. വളവുകൾ നിറഞ്ഞ പാതയിലൂടെയുള്ള സാഹസിക യാത്ര അപകടങ്ങൾക്ക് ഇടവയ്ക്കും. പാലാ തൊടുപുഴ റോഡിൽ ബസ് അപകടത്തിൽ 15 പേർക്ക് പരിക്ക്. ബംഗളൂരു തിരുവല്ല ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 11:30 അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ തൊടുപുഴയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അപകടം നടന്ന സ്ഥലത്ത് രാമപുരം കരിങ്കുന്നം പോലീസ് എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. നെല്ലാങ്കണ്ടി ആനപ്പാറ സ്വദേശി ആദിലാണ് മരിച്ചത്. നെല്ലാങ്കണ്ടി പെട്രോൾ പമ്പിന് മുൻവശത്തായിരുന്നു അപകടം. സ്കൂട്ടറും താമരശ്ശേരി ഭാഗത്തു നിന്ന് വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് ഉച്ചയോടെ മരണം സംഭവിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. നെയ്യാറ്റിങ്കര കോവില്ലൂരിൽ 13 വയസ്സുകാരനെ വീടിനുള്ളിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പലം സ്വദേശികളായ അരുളാനന്ദ് ഷൈനി ദമ്പതികളുടെ മകൻ അബിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഴിച്ചൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബി. ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. കാലുകൾ തറയിൽ തട്ടിയ നിലയിൽ കണ്ടതും കൈകാലുകൾക്ക് പുറകിലോട്ട് കെട്ടിയിരുന്നതും ദുരൂഹത ഉയർത്തിയിരുന്നു. എങ്കിലും ആത്മഹത്യയാണ് എന്ന നിലപാടിലേക്കാണ് വെള്ളറട പോലീസ് എത്തിയിരിക്കുന്നത്. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരം പറയാൻ കഴിയൂ എന്ന് പോലീസ് അറിയിച്ചു. ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കെ താഴെ വീണ് 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട കോന്നി കുമ്മണ്ണൂർ സ്വദേശികളായ ഷമീറിന്റെയും സബീനയുടെയും മകൾ അഫ്ര മറിയമാണ് മരിച്ചത്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. കുട്ടിയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റന്നാൾ മുതൽ മിൽമ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 25 മുതൽ അനിശ്ചിതകാല സമരം നടത്തും. ഇത് സംബന്ധിച്ച് CITU AITUC നോട്ടീസ് നൽകിയിരുന്നു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് സമരം. 13 മാസം മുമ്പ് ശമ്പള പരിഷ്കരണം കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. മിൽമ മാനേജ്മെന്റ് ഉദാസീനത കാണിക്കുന്നു. കരാറിന്റെ ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം കിട്ടിയില്ല എന്നാണ് ആരോപണം. പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളെ കൈകാര്യം ചെയ്ത അമ്മ. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ചും പുറത്തിറങ്ങിയ ശേഷവും ഉപദ്രവം തുടർന്നതോടെയാണ് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. പത്തനംതിട്ട വിദ്യാർത്ഥിനി ഉപദ്രവിച്ച അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ നെല്ലിമുകൾ ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് രാധാകൃഷ്ണപിള്ള ഉപദ്രവിച്ചത്. കുട്ടിയുടെ ദേഹത്ത് ഇയാൾ പലതവണ മോശമായ രീതിയിൽ സ്പർശിച്ചു. ഇതോടെ വിദ്യാർത്ഥിനി അമ്മയെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ അമ്മയെയും പ്രതി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതോടെയാണ് അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞാട്ടല്ലോ. എവിടെ ഉള്ളതാ അവന്റെ പേരും അഡ്രസ്സും ഒക്കെ എന്ന് പറഞ്ഞേ സ്റ്റേഷനിൽ വിളിച്ച സഹികെട്ടാണ് പ്രതിയെ അടിക്കേണ്ടി വന്നതെന്ന് അമ്മ വിശദീകരിച്ചു. അടിയേറ്റ പ്രതിയുടെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട്. ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി. ഇയാളെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കുട്ടിയുടെ അമ്മയുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഫയർഫോഴ്സിനെ കബളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കണ്ണമൂല സ്വദേശി രതീഷിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മാനവീയം വീഥിയിലെ മരത്തിൽ ബൈക്കിന്റെ താക്കോൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് 20-ാം തീയതി അർദ്ധരാത്രിയാണ് സംഭവം. താക്കോൽ കണ്ടെത്താൻ മരത്തിൽ പിടിച്ചു കുലുക്കിയ ഫയർഫോഴ്സിനെ കണ്ട് യുവാവ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് അഗ്നിശമന സേന പറഞ്ഞു. മിഡ്നൈറ്റോട് കൂടിയാണ് നമുക്ക് ഒരു കോള് കിട്ടുന്നത്, ഇങ്ങനെ താക്കോൽക്കൂട്ടം കളഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓൺ ദി സ്പോട്ട് നമ്മൾ ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തിരിച്ച് വിളിച്ച് അത് കൺഫേം ചെയ്യും. കൺഫേം ചെയ്തപ്പോൾ പോലും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവിടെ എത്തുകയുണ്ടായി. നമ്മൾ എമർജൻസി സിലിണ്ടർ എന്നുള്ള വലിയ വണ്ടി കൊണ്ടാണ് പോയത്. അവിടെ എത്തി അപ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ടവരും നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം മദ്യലഹരിയിലായിരുന്നു. ആ താക്കോൽക്കൂട്ടം ആക്ച്വലി കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഈട്ടിയുടെ മുകളിൽ കയറി അവിടുന്ന് ടോർച്ച് അടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുലുക്കി നോക്കി. പക്ഷെ അത്ര
അത്തരത്തിൽ സംഭവങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മളത് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഇനിയിപ്പോൾ നിലവിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് എത്തണം. കാര്യം ഫയർഫോഴ്സ് ഒരു അടിയന്തര സേനയാണ്. അവരെ കബളിപ്പിക്കുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീഥിയിൽ നിന്ന് ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിക്ക് സമീപത്താണ്. ഇതിന് തൊട്ട് പിന്നിലായിട്ട്, എനിക്ക് തൊട്ട് പിന്നിലായിട്ട് പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് മാനവീയം വീഥിയിലെ. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:45 ഒരു യുവാവ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് വിളിച്ച് താൻ ഈ താക്കോൽ കൂട്ടം കൈവെള്ളയിലിട്ട് മുകളിലേക്ക് ഉയർത്തിയെറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ ഈ താക്കോൽ കൂട്ടം മരത്തിന് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നത്. തനിക്ക് വീട്ടിൽ പോകാൻ മറ്റ് നിർവാഹമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഈ താക്കോൽ കൂട്ടം കണ്ടെത്താൻ സഹായിക്കണമെന്ന ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് എത്തിയ ഫോൺ കോൾ. ഉടൻ തന്നെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും, അതായത് ഈ നൈറ്റ് വിഷൻ സംവിധാനങ്ങളുമായി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പാഞ്ഞെത്തുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഈ ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിയിലുള്ള ഒരു വലിയ വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് ഈ താക്കോൽ കൂട്ടം ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ അത് മുകളിൽ കുടുങ്ങിയെന്ന ഈ യുവാവ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവരുടെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് വലിയ ടോർച്ചുകൾ അടിച്ച് ഈ ശിഖരങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം ആ ശിഖരങ്ങൾ അവരുടെ കൈവശമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശക്തമായി കുലുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴൊന്നും ഈ താക്കോൽ കൂട്ടം താഴെ വീഴുന്നില്ല. പെട്ടെന്ന് ഈ യുവാവിനോട് കാണുന്നില്ലല്ലോ ഈ താക്കോൽ കൂട്ടം എന്ന് പറയുമ്പോൾ ഇയാൾ ഈ താഴെ വീണിട്ടുണ്ടാവാം എന്ന് പറയുന്നു. അങ്ങനെ ഈ പരിസരം മുഴുവൻ, ഇവിടെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വലിയ കുഴികളൊക്കെ നേരത്തെ കുഴിച്ചിട്ടുണ്ടായിരുന്ന നിർമ്മാണം പൂർത്തിയാകുന്നുള്ള ആ കുഴികളിലടക്കം വിശദമായ പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ അർദ്ധരാത്രി നടത്തുന്ന സാഹചര്യം. ഈ സമയത്ത് ഈ യുവാവ് ഇവിടെ മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അഗ്നിശമന സേന ഉറപ്പിക്കുന്നത്. തുടർന്ന് അവർ മ്യൂസിയം പോലീസിനെ വിവരമറിയിക്കുന്നു. മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ കണ്ണമൂല സ്വദേശിയായ രതീഷാണ് ഇയാളെന്ന് ബോധ്യമാകുന്നു. മുൻപും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലടക്കം പ്രതിയാണ് രതീഷ്. ഇയാൾ ഡാൻ ഗുഡിയന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ചമ്പക്കുളം മൂലം വള്ളംകളി ഫൈനൽ മത്സരം ആരംഭിച്ചു. ഒന്നാം ട്രാക്കിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴയുന്ന ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ എന്നിവയാണ്. താങ്ക് യു ഷാജി. ആവേശകരമായ 2024 രാജപ്രമുഖ ട്രോഫിയിൽ ഇതാ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും നടുഭാഗവും ചമ്പക്കുളവും കടന്നുപോകുന്ന കാഴ്ച മനോഹരമായ ദൃശ്യമായിരുന്നു. ആയാപറമ്പ് വലിയ ദിവാഞ്ചി ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് ജോസ് ആറ്റത്തുംപള്ളി ക്യാപ്റ്റനായിട്ട് കടന്നുപോയി. രണ്ടാം ട്രാക്കിലൂടെ നടുഭാഗം ബോട്ട് ക്ലബിന്റെ രാജചരന്തിയുടെ നേതൃത്വത്തിൽ കടന്നുപോയി. ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ മോൻസ് കരിക്കമ്പള്ളിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളവും കടന്നുപോയി. അങ്ങനെ 2024 രാജപ്രമുഖൻ ട്രോഫിയുടെ അവസാന ക്ലൈമാക്സ്. അമ്പയർമാരുടെ അവസാനത്തെ ജഡ്ജിന്റെ വിധി പറയട്ടെ. ഒരുപക്ഷെ 20 ദിവസം കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ ജലോത്സവം കേരളത്തിലെ ജലോത്സവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് സംഘടിപ്പിക്കുന്ന ജലോത്സവത്തിന് കുട്ടനാട്ടിലെ തഹസിൽദാർക്ക് അഭിമാനിക്കാം, ആലപ്പുഴ ആദ്യമായിട്ട് അഭിമാനിക്കാം, ശ്യാമന് അഭിമാനിക്കാം, ജോസ് അഭിമാനിക്കാം, അതുപോലെ എ ബി മുരളിക്കും കെ മോഹൻലാലിനും സംഘാടക സമിതിയിലുള്ള എല്ലാവർക്കും. ഓളപ്പരപ്പിലെ ആവേശത്തിനൊടുവിൽ ഇപ്പോൾ രാജപ്രമുഖൻ ട്രോഫി ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി നേടിയിട്ടുണ്ട്. ആവേശകരമായ മത്സരത്തിനൊടുവിൽ എന്തായാലും ട്രോഫി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ വള്ളം ആയാപ്പറമ്പ് ആണ് ട്രോഫി നേടിയിട്ടുള്ളത്.
ചമ്പക്കുളം മൂലം വള്ളംകളി ഫൈനൽ മത്സരമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ആവേശകരമായിട്ടുള്ള മത്സരത്തിനൊടുവിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ രാജപ്രമുഖൻ ട്രോഫി നേടിയത് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ്. ആവേശകരമായ മത്സരം ഒരിക്കൽ കൂടി. വലിയ ദിവാഞ്ചി ശേഷം വിവരണത്തിന് കാവാലം ഷാജി ജർമ്മനിലേക്ക് ചമ്പക്കുളം മൂലം വള്ളംകളി ആവേശകരമായി പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. എന്തായാലും രാജപ്രമുഖൻ ട്രോഫി അത് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി നേടിയിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ തുഴഞ്ഞ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ ആയാപ്പറമ്പ് ദിവാഞ്ചി രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞില്ലേ? വാർത്തകളിലേക്ക്. ആലുവയിൽ വ്യാപാരികൾ തമ്മിലടിച്ചു. ചിപ്സ് വ്യാപാരികളാണ് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ആലുവ പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകിട്ടുണ്ടായ സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ ബന്ധുവീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന കേസിൽ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 56ആയി. കേസിൽ 3 പേർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി CBCID കേസ് രജിസ്റ്റർ ചെയ്തു. രാമർ, ചിന്നതുരൈ, ജോസഫ് രാജ എന്നിവർക്ക് എതിരെയാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. തമിഴ്നാട് കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ 56 പേർ മരിച്ച സംഭവത്തെ തുടർന്ന് 50ാം ജന്മദിനാഘോഷങ്ങൾ റദ്ദാക്കി ദളപതി വിജയ്. ആഘോഷങ്ങൾ ഒഴിവാക്കാനും മദ്യദുരന്തത്തിൽ ഇരകളായവരുടെ കുടുംബത്തിനെ പിന്തുണയ്ക്കാനും ആരാധകരോട് വിജയ് അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിലും കേരളത്തിലും ജന്മദിനം ആഘോഷമാക്കാനായി വലിയ സജ്ജീകരണങ്ങളായിരുന്നു ആരാധകർ ഒരുക്കിയിരുന്നത്. എന്നാൽ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു. വിജയ് മക്കൾ ഇഴക്കം പ്രസിഡന്റ് ബുസി ആനന്ദാണ് ജന്മദിനാഘോഷങ്ങൾ റദ്ദാക്കിയതായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇനി ലോക വാർത്തകൾ നോക്കാം. കൃഷ്ണേന്ദു നായർ ചേരും. നമസ്കാരം. ലോക വാർത്തകളിലേക്ക് സ്വാഗതം. റഷ്യ ഉത്തര കൊറിയ കരാറിന് പിന്നാലെ യുക്രൈനിന് ആയുധ കൈമാറ്റം ദക്ഷിണ കൊറിയയുടെ പരിഗണനയിൽ. ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം മോസ്കോയും പോങ്യാങ്ങും തമ്മിലുള്ള ഏറ്റവും ശക്തമായ ബന്ധത്തെ അടയാളപ്പെടുത്താൻ കഴിയുമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ട കരാറിന്റെ വിശദാംശങ്ങൾ ഉത്തര കൊറിയയുടെ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ദക്ഷിണ കൊറിയയുടെ ഈ പ്രസ്താവന. റഫയ്ക്ക് വടക്ക് മവാസിയിലെ പലസ്തീനി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ സേന ഷെല്ലാക്രമണം നടത്തി. ആക്രമണത്തിൽ കുറഞ്ഞത് 25 പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസയിലെ ഹെൽത്ത് മന്ത്രാലയവും എമർജൻസി പ്രവർത്തകരും അറിയിച്ചു. റഫയിലെ സിവിൽ ഡിഫൻസ് ഫസ്റ്റ് റെസ്പോണ്ടൻസിന്റെ വക്താവ് അഹമ്മദ് റദ്വാൻ പറയുന്നതനുസരിച്ച് തീരപ്രദേശത്ത് 2 സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടന്നതായി സാക്ഷികൾ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ഗസയിലെ റെഡ് ക്രോസ് ഓഫീസിന് സമീപം മിസൈൽ ആക്രമണത്തിൽ 22 പലസ്തീനികൾ കൊല്ലപ്പെട്ടു.
ഒക്ടോബർ 7 മുതൽ ഗസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇതുവരെ 37,431 പലസ്തീനികർ കൊല്ലപ്പെട്ടു. 85,653 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. യുഎസിലെ വിദേശ ബിരുദധാരികൾക്ക് ഗ്രീൻ കാർഡ് വാഗ്ദാനവുമായി ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റത്തെക്കുറിച്ചുള്ള നിലപാട് മയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഈ നീക്കം. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച പോഡ്കാസ്റ്റിലൂടെയാണ് ട്രംപ് ഈ നയം വ്യക്തമാക്കിയത്. യുഎസ് പൗരന്മാരെ വിവാഹം കഴിച്ച കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. 1.5 ദശലക്ഷം യുഎസ് പൗരന്മാരുടെ പങ്കാളികൾക്കുള്ള വിസ നിയമങ്ങളിൽ ബൈഡൻ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ വാഗ്ദാനം. ദക്ഷിണ ചൈനയിലെ ഗ്വാങ്ഡോങ് മേഖലയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 47 കടന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ ദുരന്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകളും നഷ്ടപ്പെട്ടിരുന്നു. നിരവധി പ്രധാന റോഡുകൾ സംഭവത്തെ തുടർന്ന് അടച്ചു. അൻഹുയി പ്രവിശ്യയിൽ തെക്ക് ഭാഗത്ത് നിന്ന് 10,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 2,400-ലധികം ഗ്രാമീണരെ ഫയർ ട്രക്കുകളിലും റബ്ബർ ബോട്ടുകളിലും രക്ഷാപ്രവർത്തകർ മാറ്റിപ്പാർപ്പിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്ക് പല പ്രവിശ്യകളിലും വടക്കു ചില പ്രത്യേക സ്ഥലങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച അർമേനിയ. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ചയാണ് നടത്തിയത്. ഇതിനു പിന്നാലെ പ്രകോപിതരായ ഇസ്രായേൽ ഭരണകൂടം അർമേനിയൻ അംബാസിഡർ അർമാൻ ഹക്കോബിയാനെ ശാസിച്ചു. ഗസയിലെ വിനാശകരമായ മാനുഷിക സാഹചര്യത്തിലും നിലവിലുള്ള സൈനിക നടപടികളിലും സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുമാണ് അർമേനിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പ്രസിദ്ധീകരിച്ചത്. ഇതോടെ റഷ്യയും ചൈനയും ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 145 രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു. എന്നാൽ അമേരിക്ക, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകാരം പ്രഖ്യാപിച്ചിട്ടില്ല. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആരോഗ്യ പരിപാലന രംഗത്ത് അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്ന രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ എംവേഴ്സിറ്റി സ്കൂൾ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ കൊച്ചി ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു. കലൂർ കടവന്ത്ര റോഡിലുള്ള ക്യാമ്പസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഹൈബി ഈഡൻ MP, TJ വിനോദ് കുമാർ MLA എന്നിവർ പങ്കെടുത്തു. എംവേഴ്സിറ്റി നൽകുന്ന പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനിടെ തന്നെ തൊഴിൽ പരിശീലനവും 1 ലക്ഷം രൂപയുടെ സ്റ്റൈപ്പൻഡും വാഗ്ദാനം ചെയ്തു. ICL ടൂർ ആൻഡ് ട്രാവൽസിന്റെ ഇരിങ്ങാലക്കുടയിലെ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കമ്പനി MD ഉമാ അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,610 രൂപ, പവന് 52,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,520 രൂപ, പവന് 44,160 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ എത്തും. നമസ്കാരം. നിലനിൽക്കുന്ന ജനാഭിമുഖ